ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചായയുടെ കടി എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ഇനിയിപ്പോൾ നമ്മൾ നീർദോശ പുട്ടോ ഉണ്ടാക്കിയിട്ട് അതാണെങ്കിൽ പോലും അതിൻ്റെ കൂടെ അടിപൊളി കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു അയലക്കറി. അപ്പോൾ നമ്മളിത് തേങ്ങ അരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമ്മൾ രാവിലെ ചായയുടെ കടിയുടെ സമയത്ത് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രികൾക്കായാലും ഉച്ചക്കത്തേക്കായാലും ഈ ഒരു കറി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഞാനിതാ ഒന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറിയിൽ എങ്ങനെയാണ് ഇടാൻ താല്പര്യമെങ്കിൽ അതുപോലെ മീൻ വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇവിടെ കറിയിലുള്ള മീൻ അധികം ആരും കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അളവിൽ കറിയിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് വാളംപുളിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പുളിയൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുടംപുളി ആണെങ്കിൽ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക കഴുകിയിട്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ വേണം, അതുപോലെ തന്നെ സവോള തക്കാളി വേണം. അപ്പോൾ തക്കാളി ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, സവോള ഒരു സവോളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത്രയും മതി. ഇനി വേണ്ടത് ഒരു 12 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു 10-15 ചുമന്നുള്ളി ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാനുള്ളത് സവോളയാണ് കേട്ടോ. അപ്പോൾ ഒരു സവോളയുടെ പകുതി മാത്രം എടുത്താൽ മതി, ഓവർ ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ കറിയുടെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകുള്ളൂ. അപ്പോൾ ഇത് വഴറ്റിയെടുക്കാൻ പാകത്തിനുള്ള ഒരു കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നത് പോലെ അല്ല എന്നുണ്ടെങ്കിലും ഒന്ന് വഴന്ന് കിട്ടിയാൽ പോരാ കേട്ടോ. ആ ഒരു സ്റ്റേജ് ഒന്ന് വിട്ടിട്ട് നമുക്ക് ആ ഒരു കളറ് മാറി വരുന്ന ഒരു സ്റ്റേജിൽ എത്തുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ട സവോള കണ്ടില്ലേ, നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴഞ്ഞ പരുവത്തിലല്ല കേട്ടോ. അവിടുന്ന് ഒരു ഇത്തിരിയും കൂടെ ടൈം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടം എങ്ങനെയാണ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ചേർത്ത ഈ ഒരു വെളുത്തുള്ളി നമ്മുടെ ഒരു കറിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഫ്ലേവറൊന്നുമില്ല. അപ്പോൾ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 കൂടെ ഒക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പം അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അത്യാവശ്യം വലിയ തക്കാളിയൊന്നും അല്ല, ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. തക്കാളി നന്നായിട്ട് വഴന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് കുഴഞ്ഞു വരണം കേട്ടോ. ആ ഒരു സമയം വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒരു വലിയ തേങ്ങേന്റെ ഒരു പകുതി ഭാഗമാണ് കേട്ടോ. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ തേങ്ങയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തക്കാളിയൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ആയിട്ട് കിട്ടൂല. ഇപ്പം നമ്മുടെ തേങ്ങ വറവ് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഒക്കെ വറുത്തരച്ച് വെക്കുന്ന അത്രയും വറുത്തെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു പച്ചത്തേങ്ങ എന്നുള്ള ഒരു ഇത് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് മസാലയാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ 2-3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂണും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ളത് മാത്രമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ആ ഒരു പച്ചക്കുത്തലൊക്കെ മാറി കിട്ടുന്നവരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ വേഗം നമുക്ക് ആ പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇനി അതൊന്ന് ചൂടാറണം കേട്ടോ. നന്നായിട്ട് ഒന്ന് ചൂടാറി ഒന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ടതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഒരു 1/4 ഗ്ലാസ്സോ അല്ലെങ്കിൽ അര ഗ്ലാസ്സോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അരക്കാം കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരക്കണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി കറിയിലേക്കുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൺചട്ടി ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. മൺചട്ടിയിൽ നമുക്ക് ഈ കറി വെച്ച് ഈ കറി എന്നല്ല മൺചട്ടിയിൽ നമ്മൾ മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ അത് അങ്ങനെ എടുക്കാൻ പറ്റുന്നവർ അതന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുമന്നുള്ളി ഉണ്ടല്ലോ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ചുമന്നുള്ളിക്കൊന്നും പ്രത്യേകിച്ച് ഒരു അളവ് അങ്ങനെയൊന്നും നോക്കണ്ട. ഉണ്ടെങ്കിൽ ടേസ്റ്റിയാണ് കൂടുതലുണ്ടെങ്കിലും. കൂട്ടത്തിൽ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. അതിൻ്റെ കൂടെ 4 പച്ചമുളക് ഒന്ന് 2 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവൊക്കെ നോക്കിയിട്ട് പൊടികളും മുളകൊക്കെ എടുക്കുക കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മുളകും അതുപോലെ തന്നെ ചുമന്നുള്ളിയും കൂടിയിട്ട് ചുമന്നുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം നമുക്ക് നമ്മുടെ അരപ്പുണ്ടല്ലോ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ആ ഒരു എണ്ണയിലേക്ക്. അപ്പം അത് മാക്സിമം നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് മിക്സിയുടെ ജാറിൽ നിന്ന് ആദ്യം നമുക്ക് എടുക്കാം കേട്ടോ. ആ ഒരു അരപ്പ് നന്നായിട്ട് എണ്ണയിലൊക്കെ ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ കറിക്കൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി ഇതായി ഞാൻ ഈ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വഴറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അരപ്പുണ്ടല്ലോ ഇങ്ങനെ തിളയ്ക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് പൊട്ടി വരും കേട്ടോ. ഇപ്പം നമ്മുടെ ആ ഒരു അരപ്പ് നന്നായിട്ട് എണ്ണയിൽ മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ഈ ഒരു അരപ്പൊക്കെ അടിയിൽ പിടിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതുപോലെ ഒന്ന് കലക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ കുടംപുളിയാണ് ചേർക്കുന്നത് വെച്ചെങ്കിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തതിന് ശേഷം സാധാരണ മീൻകറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ആ കുടംപുളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇത്രത്തോളം ഞാൻ കുറച്ച് കറിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആ ഒരു കറി ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒത്തിരി അങ്ങോട്ട് തിളപ്പിച്ച് കറി വറ്റിക്കേണ്ട കാര്യമില്ല. നമ്മളതിൽ ചുമന്നുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും മാത്രമാണ് ലാസ്റ്റ് ചേർത്തിട്ടുള്ളത്. അത് നമ്മൾ മൂപ്പിച്ചിട്ടല്ലേ ചേർത്തേ. അപ്പം അത് വേകാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം അതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കറി ഞാൻ അയല വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏത് മീനിൻ്റെ കൂടെയും ഈ ഒരു റെസിപ്പിയിലൂടെ ഏത് മീനും ചേർത്തിട്ടും ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഗ്രേവി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ മീൻ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. തിള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി മല്ലിയില ചേർത്ത് കൊടുക്കുക. തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരിത്തിരി മല്ലിയില ഒന്ന് പിച്ചിക്കറി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മീൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ മീനൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ അടച്ചിട്ട് തന്നെ മൂടി വെച്ചിട്ട് തന്നെ അത് വേവിക്കാൻ വേണ്ടി വെക്കണം. തുറന്ന് വെച്ചിട്ട് ചെയ്യരുത്. അപ്പം ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അധികം നമ്മുടെ തവി വെച്ചിട്ട് ഇളക്കണ്ട കേട്ടോ, മീൻ പൊട്ടി പോവുള്ളൂ. അപ്പം ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചിക്കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ അടിപൊളി കറിയാണ് കേട്ടോ. ചട്ടിയിലും കൂടി മൺചട്ടിയിലും കൂടി ആകുമ്പോൾ കറിക്ക് ടേസ്റ്റ് ഒരുപാട് കൂടും. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇപ്പം തന്നെ ഇത് എടുക്കണ്ട കറി കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് 5, 10, 15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്താൽ മതി. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ കറി ഇവിടെ വെച്ചിട്ട് ഞാൻ 10-15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ ആ ഉലുവയും അതുപോലെ തന്നെ വലിയ ജീരകവും മൂപ്പിച്ചിടുമല്ലോ, അതിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ചേർക്കുമ്പോൾ മീൻകറിയിൽ അത് നമ്മൾ മുളകിട്ട കറിയാണെങ്കിലും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇത്തിരി വിളമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടിയിട്ട് മറന്നു പോവല്ലേ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പി ഉണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ. വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടിയിട്ട് മറക്കല്ലേ. അപ്പം ഞാൻ കണ്ട അതിൽ ചോറിലൊന്ന് ഒഴിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ദോശ ആയാലും പുട്ടായാലും കറി അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ഗ്രേവി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏത് മീനാണെങ്കിലും കറി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി നോക്കണം കേട്ടോ ഒരു തവണ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയിട്ടും കുറച്ചിട്ട് എടുക്കുക, അതുപോലെ തന്നെ പുളിയും കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ ഈ ഒരു മീൻകറിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.